ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് SCRT ക്ലാസ് 10ലെ ചാപ്റ്റർ 1 അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 21 ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. The fourth term of an arithmetic sequence is 61 and the seventh term is 31. ഒരു സമാന്തര ശ്രേണിയിലെ നാലാം പദം 61ഉം ഏഴാം പദം 31ഉം ആണ്. What is its 10th term? ശ്രേണിയിലെ പത്താം പദം എന്താണ്? What is its first term? ശ്രേണിയിലെ ആദ്യത്തെ പദം എന്താണ്? ഓക്കെ, അപ്പോൾ നാലാം പദം തന്നിട്ടുണ്ട്, ഏഴാം പദം തന്നിട്ടുണ്ട്. ഫോർത്ത് ടേം 61 ആണ്, സെവൻത്ത് ടേം 31 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്, പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. ഇതിലെ പദങ്ങൾ ആരൊക്കെയാണ്? ഒന്ന് 61ഉം ഒന്ന് 31ഉം. 61ലാണ് തുടങ്ങുന്നതെങ്കിൽ ആദ്യം 61ൻ്റെ പൊസിഷൻ എഴുതണം, പിന്നെ 31ൻ്റെ പൊസിഷൻ കേട്ടോ. അല്ലാതെ രണ്ടും വലുത് നോക്കിയാണ്ട് എഴുതരുത് കേട്ടോ. ഇപ്പം ഞാനിവിടെ എഴുതിയിട്ടുള്ളത് 31 - 61 ആദ്യം എഴുതി. അപ്പം 31 ഞാൻ ആദ്യം എഴുതിയത്. അപ്പം 31ൻ്റെ പൊസിഷൻ ആദ്യം എഴുതണം. ഇനി നേരെ മറിച്ച് നിങ്ങൾക്ക് ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് 31 - 61 കുറക്കണേ എല്ലാറെ 61 - 31 കുറക്കാനാണ് തോന്നുന്നതെങ്കിൽ അങ്ങനെ എഴുതിക്കോ, കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ എഴുതുമ്പോൾ ആദ്യം 61 എഴുതിയത്. അപ്പം 61 പൊസിഷൻ എഴുതണം. അത് എത്രയാണ്? 4 മൈനസ് 31ൻ്റെ പൊസിഷൻ 7. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, ഇപ്പോൾ 61 ഇപ്പോൾ 31 - 61 പോകില്ല. അപ്പം നമ്മൾ വലുതെന്ന് ചെറുത് കുറക്കും. 61 - 31 പോയാൽ ബാക്കി എത്ര ഉണ്ടാവും? 1 - 1 പോയാൽ 0, 6 - 3 പോയാൽ 3, മൈനസ് 30 ഉണ്ടാവും. 7 - 4 പോയാൽ 3 ഉണ്ടാവും. മൈനസ് 30/3 നമുക്ക് എത്ര കിട്ടും? മൈനസ് 10 കിട്ടും. ഇനി ഇവിടെ ചെയ്താൽ എന്താ സംഭവിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ 61 - 31 പോയാൽ 30, 4 - 7 പോകൂല. അപ്പോൾ 7 - 4 കുറച്ചിട്ട് ഡിവൈഡ് ചെയ്യണം, അഥവാ -3. 30/-3 അപ്പോഴും കിട്ടും -10. കണ്ടോ? എങ്ങനെ ചെയ്താൽ ആൻസർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ കോമൺ ഡിഫറൻസ് -10 എന്ന് കിട്ടി. ഇനി x10 10th ടേം കാണണം, പത്താം പദം കാണണം. ഏഴാം പദത്തിൻ്റെ കൂടെ 3 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി. ഇങ്ങനെയാണ് നമ്മൾ ആ ഇക്വേഷൻ ചെയ്തോ. x7 + 10 - 7 ഇവിടെയുള്ള രണ്ട് നമ്പറുകൾ തമ്മിലുള്ള വ്യത്യാസം ഇൻറ്റു d. ഓക്കെ, അതായത് ഏഴാം പദത്തിലേക്ക് ഒരു വട്ടം കൂട്ടിയ 8 ആയി, 8ക്ക് ഒരു വട്ടം കൂട്ടിയ 9 ആയി, അതിലേക്ക് വീണ്ടും കൂട്ടിയ 10, അഥവാ 3 വട്ടം കോമൺ ഡിഫറൻസ് കൂട്ടണം. കണ്ടോ? ഏഴാം പദം 31 + 3 × -10, 3 × -10 -30 എന്ന് കിട്ടും. അപ്പം 31 - 30 പോയാൽ ബാക്കി എത്ര ഉണ്ട്? 1. ഓക്കെ, ഇതാണ് നമ്മളുടെ പത്താം പദം. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ഇറ്റ്സ് ഫസ്റ്റ് ടേം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇനി ഫസ്റ്റ് ടേമിലോട്ടാണ് പോകുന്നത്. നാലാം പദം തന്നിട്ടുണ്ട്. നാലാം പദം എത്രയാ? 61. ഇത് കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് പദം കൂടുമ്പോൾ ടേം കുറഞ്ഞു വരിക ചെയ്യുക കേട്ടോ. ഇപ്പം ഇനി ഒന്നാം പദം കാണണം. നാലാം പദത്തിൽ നിന്ന് 3 പ്രാവശ്യം പൊതുവ്യത്യാസം കുറച്ചാൽ മതി അല്ലേ? നാലാം പദം 61. അപ്പം 61 - 3 × -10 വരും. ഇവിടെ നോക്കിയാൽ ഇതും മൈനസ് ഇതും മൈനസ്, രണ്ട് മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് എന്താവും? പോസിറ്റീവ് ആവും. അപ്പം 61 + 30 91 എന്ന് വരും. അപ്പം ഇതിലെ ഫസ്റ്റ് ടേം ഏതാണ്? 91 ആണ്. പത്താമത്തെ ടേം എത്രയാണ്? 1 ആണ്. ഓക്കെ.